വയനാടൻ മലനിരകളുടെ ഹൃദയത്തിലൂടെ കെ.എസ്.ആർ.ടി.സി. ബസ് കിതച്ചു കയറുമ്പോൾ മാധവിന്റെ നോട്ടം പുറത്തേക്കായിരുന്നു. ചുരത്തിലെ മരങ്ങൾക്കിടയിലൂടെ വീശുന്ന കാറ്റിന് ഒരു തരം നിഗൂഢതയുള്ളതുപോലെ അവന് തോന്നി. നഗരത്തിലെ ശബ്ദങ്ങളിൽ നിന്നും മാറി എഴുതിക്കൊണ്ടിരിക്കുന്ന നോവൽ എഴുതി പൂർത്തിയാക്കുവാനാണ് അവൻ ഈ യാത്ര തിരഞ്ഞെടുത്തത്. പക്ഷേ ഈ മലമുകളിലേക്ക് എത്തും തോറും താൻ എന്തിലേക്കോ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നൽ അവൻ്റെ ഉള്ളിൽ ശക്തമായി. മേപ്പാടി കണ്ടക്ടറുടെ വിളി കേട്ടാണ് മാധവ് ചിന്തകളിൽ നിന്നുണർന്നത്. ബാഗും തൂക്കി താഴെ ഇറങ്ങിയപ്പോൾ തണുത്ത കാറ്റ് അവനെ പൊതിഞ്ഞു. അവിടെ നിന്നും കുറച്ചു ദൂരം കൂടി നടക്കാനുണ്ട് അവൻ വാടകയ്ക്കെടുത്ത നീലാംബരി എന്ന ബംഗ്ലാവിലേക്ക്. തണുത്ത കാറ്റ് വീശിയടിക്കുന്നുണ്ടായിരുന്നു. സന്ധ്യ മയങ്ങുന്നേയുള്ളൂ എങ്കിലും മൂടൽമഞ്ഞ് കാരണം കാഴ്ചകൾ അവ്യക്തമാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലും വലിയ തേയിലത്തോട്ടങ്ങൾ പടർന്നു കിടക്കുന്നു. ആരാ, ഇവിടെയെങ്ങും കണ്ട് പരിചയമില്ലല്ലോ. വഴിയിൽ കണ്ട പ്രായം ചെന്നൊരു അപ്പൂപ്പൻ മാധവിൻ്റെ ബാഗ് കണ്ട് ചോദിച്ചു. ഞാൻ ഇവിടുത്തെ ബംഗ്ലാവിലേക്ക് വന്നതാണ്, അവൻ നേർത്തൊരു ചിരിയോടെ തന്നെ പറഞ്ഞു. അവിടെയാണോ താമസിക്കാൻ പോകുന്നത്? അയാൾ പേടിയോടെ ചോദിച്ചു. അതെ, നീലാംബരി ബംഗ്ലാവിലേക്ക്, മാധവ് മറുപടി നൽകി. അവൻ പറഞ്ഞതു കേട്ട് അയാൾ ഒരു നിമിഷം ഒന്ന് നിന്നുപോയി. അയാളുടെ കണ്ണുകളിൽ ഒരു തരം പേടി നിഴലിച്ചു. വേണ്ട മോനെ, അവിടെ താമസിക്കേണ്ട, വേറെ എവിടെയെങ്കിലും നിൽക്കുന്നതായിരിക്കും നല്ലത്, അപ്പൂപ്പൻ പറഞ്ഞു. അതെന്താ അപ്പൂപ്പ? അവൻ ചോദിച്ചു. ആ വീട് അത്ര നല്ലതല്ല മോനെ, പണ്ടെങ്ങോ ശാപം കിട്ടിയ ഇടമാണത്. അവിടെ പ്രേതബാധയുണ്ട്. രാത്രികളിൽ അവിടെ നിന്ന് കരച്ചിലും ചിരിയുമൊക്കെ കേൾക്കാറുണ്ടെന്നാ എല്ലാവരും പറയാറ്. അയാൾ പറഞ്ഞത് കേട്ട് മാധവ് ഒന്ന് ചിരിച്ചു. എനിക്കങ്ങനെ ഭൂതത്തിലും പ്രേതത്തിലും ഒന്നും വിശ്വാസമില്ല അപ്പൂപ്പ. ഞാനൊരു എഴുത്തുകാരനാണ്. ഒരു നോവൽ എഴുതാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അത് എഴുതി കഴിഞ്ഞാൽ ഞാനങ്ങ് പോകും, അവൻ നേർത്തൊരു ചിരിയോടെ തന്നെ പറഞ്ഞു. എന്നാ സൂക്ഷിക്കണം മോനെ, എന്തെങ്കിലും വല്ലായ്മ തോന്നിയാൽ പിന്നെ അവിടെ നിൽക്കരുത്, അപ്പൂപ്പൻ പറഞ്ഞതും അവൻ അനുസരണയോടെയൊന്ന് തലയാട്ടി. അവനെ ഒന്ന് നോക്കിക്കൊണ്ട് തന്നെ ആ വൃദ്ധൻ അവിടെ നിന്നും പതുക്കെ നടന്നുപോയി. മാധവ് മുന്നോട്ട് നടന്നു. പക്ഷേ ഓരോ ചുവട് വെക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടു. ഭയമല്ല, മറിച്ച് ദൂരെയുള്ള എന്തോ ഒന്ന് ഒരു കാന്തം പോലെ തന്നെ വലിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവം. കുറച്ചുകൂടി മുൻപോട്ട് നടന്നപ്പോൾ എത്തിയത് വലിയൊരു കയറ്റത്തിലേക്കാണ്. ആ കയറ്റവും കയറിയുള്ള വളവ് തിരിഞ്ഞപ്പോൾ തോട്ടത്തിന് നടുവിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആ വലിയ കെട്ടിടം അവൻ കണ്ടു. ഇരുളിൽ മുങ്ങിക്കിടക്കുന്ന നീലാംബരി. അവൻ മുൻപോട്ട് നടന്നു. പായൽ പിടിച്ച ചുവരുകളും വലിയ മരങ്ങളും നിറഞ്ഞ ആ വളപ്പിന് മുന്നിലെത്തിയപ്പോൾ അവന് ആ സ്ഥലം വളരെ പരിചിതമാണെന്ന് തോന്നി. അവൻ ആദ്യമായാണ് അവിടെ വരുന്നതെങ്കിലും ഓരോ മരവും ഓരോ കല്ലും അവനോട് സംസാരിക്കുന്നത് പോലെ. ബംഗ്ലാവിൻ്റെ വലിയ തടിവാതിൽ തുറന്നപ്പോൾ ഒരു തരം പൗരാണികമായ മണം അവനെ എതിരേറ്റു. പൊടിയും പഴക്കവും ചേർന്ന മണം. അവൻ ഫോണിലെ ഫ്ലാഷ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഹാളിലെ ലൈറ്റിട്ടു. പണ്ടത്തെ രീതിയിൽ പണിതിരിക്കുന്നൊരു വലിയ ബംഗ്ലാവാണ്. അവൻ എല്ലായിടവും ഒന്ന് നടന്നു കണ്ടു. എങ്ങും നിശബ്ദത മാത്രം. പേടിക്കാനുള്ള കാരണങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടും അവനെന്തോ വല്ലാത്തൊരു കൗതുകമാണ് തോന്നിയത്. മുകളിലത്തെ നിലയിലുള്ള മുറിയാണ് അവൻ എഴുതാനായി തിരഞ്ഞെടുത്തത്. അവിടെ നിന്നും നോക്കിയാൽ പുറത്തെ താഴ്വരയും മുറ്റത്തെ വലിയ ആൽമരവും വ്യക്തമായി കാണാം. ഭക്ഷണം അവൻ വരുമ്പോൾ തന്നെ പാർസൽ വാങ്ങിയിരുന്നു. അതും കഴിച്ച് നോവൽ എഴുതാനായി വന്നിരുന്നതാണ്. രാത്രി ഒരു 10 മണിയൊക്കെ ആയി കാണും. പുറത്ത് കാറ്റ് കനക്കുന്നുണ്ടായിരുന്നു. ജനൽപ്പാളികൾ കാറ്റിൽ ആടിയുലയുന്നു. പെട്ടെന്നാണ് അന്തരീക്ഷത്തിൽ ഒരു മാറ്റം വന്നത്. എവിടെ നിന്നോ തീവ്രമായ പാലപ്പൂക്കളുടെ മണം മുറിക്കുള്ളിലേക്ക് അരിച്ചു കയറി. വയനാട്ടിലെ ഈ തണുപ്പിൽ പാലപ്പൂക്കൾ ഇത്ര ശക്തമായി മണക്കുന്നത് അവന് അത്ഭുതമായി തോന്നി. അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. മുറ്റത്തെ ആൽമരത്തിന് താഴെ ഒരാൾ നിൽക്കുന്നു. ഒരു പെൺകുട്ടി. കനത്ത മഞ്ഞിലും അവളുടെ വെള്ള വസ്ത്രം തിളങ്ങുന്നുണ്ടായിരുന്നു. അവൾ മുകളിലേക്ക് മാധവ് നിൽക്കുന്ന ജനലിലേക്ക് നോക്കി. അവളുടെ മുഖം വ്യക്തമല്ലായിരുന്നു. എങ്കിലും ആ നോട്ടം മാധവിൻ്റെ ഉള്ളിൽ ഒരു തരം വിറയലുണ്ടാക്കി. പക്ഷെ അത് ഭയമായിരുന്നില്ല, മറിച്ച് വല്ലാത്തൊരു ആകർഷണമായിരുന്നു. അവൻ ജനൽ തുറന്നു താഴേക്ക് നോക്കി. ആരാ അത്? അവൻ വിളിച്ചു ചോദിച്ചു. പക്ഷേ മറുപടി ഉണ്ടായില്ല എന്നു മാത്രമല്ല, അവൾ പതുക്കെ മഞ്ഞിലേക്ക് നടന്നു മറഞ്ഞു. പിറ്റേന്ന് രാവിലെ നാട്ടുകാർ പറഞ്ഞ കഥകൾ കേട്ട് അവൻ്റെ ഉള്ളിലൊരു തീപ്പൊരി വീണു. എങ്കിലും ഇവിടെ തന്നെ നിൽക്കണമെന്ന് അവനോടാരോ പറയുന്നത് പോലെ.
പിന്നീടുള്ള 2 ദിവസങ്ങളും ഇതുപോലെ തന്നെയായിരുന്നു. പകൽ സമയങ്ങളിൽ അവൻ ആ ഗ്രാമത്തിലൂടെ നടക്കും. ചിലപ്പോൾ ബംഗ്ലാവിൽ വെച്ചോ അല്ലെങ്കിൽ ഗ്രാമത്തിലെ പുഴയോരത്തോ കുന്നിൻമുകളിലോ തേയിലത്തോട്ടത്തിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് എഴുതും. കൂട്ടത്തിൽ രാത്രിയിൽ ആൽമരച്ചുവട്ടിൽ ആ പെൺകുട്ടി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു, യാതൊരു മുടക്കവുമില്ലാതെ. 4-ാം ദിവസം രാത്രിയായതോടെ തണുപ്പ് അസഹനീയമായി. മാധവ് മുകളിലത്തെ നിലയിലുള്ള ജനലിനോരം പോയി നിന്നു. പുറത്ത് ചന്ദ്രൻ മേഘങ്ങൾക്കിടയിലൂടെ ഒളിച്ചു കളിക്കുന്നു. പെട്ടെന്നാണ് മുറിക്കുള്ളിൽ പാലപ്പൂക്കളുടെ ഗന്ധം നിറയാൻ തുടങ്ങിയത്. ആ ഗന്ധത്തിന് ഒരു വല്ലാത്ത ലഹരിയുണ്ടായിരുന്നു. താഴെ തോട്ടത്തിലെ വലിയ ആൽമരത്തിന് ചുവട്ടിൽ ആരോ നിൽക്കുന്നത് അവൻ കണ്ടു. ഒരു പെൺരൂപം. വെള്ള വസ്ത്രം ധരിച്ച അവൾ നിലാവിൽ ഒരു മാലാഖയെപ്പോലെ തിളങ്ങുന്നു. അവൾ തിരിഞ്ഞു നോക്കിയതും മാധവിൻ്റെ ഉള്ളിൽ ഒരു മിന്നൽപ്പിണർ പാഞ്ഞു. അവന് വല്ലാത്ത ഭയം തോന്നി. മുറിയിലെ വിളക്കുകൾ അണച്ച് പുതപ്പിനുള്ളിൽ ഒളിക്കാനാണ് അവൻ്റെ ബുദ്ധി പറഞ്ഞത്. പക്ഷേ അവൻ്റെ ശരീരം അവനെ അനുസരിച്ചില്ല. അവളുടെ കണ്ണുകളിലെ ആഴമേറിയ കാന്തിക ശക്തി അവനെ തളച്ചിട്ടു. ഒരു തരം മയക്കത്തിലോ ഹിപ്നോട്ടിസത്തിലോ അകപ്പെട്ടതുപോലെ മാധവിൻ്റെ കാലുകൾ പതുക്കെ പുറത്തേക്ക് ചലിച്ചു. മാധവിൻ്റെ യുക്തി അവനോട് പറഞ്ഞു, അവിടേക്ക് നോക്കരുത്, പോയി കിടന്നുറങ്ങ്. എല്ലാവരും പറയുന്നത് പോലെ ചിലപ്പോൾ അതൊരു പ്രേതമായിരിക്കും. പക്ഷേ അവൻ്റെ ബോധത്തെ മറികടക്കുന്ന ഏതോ മറ്റൊരു ശക്തി അവനെ ആ സമയം നിയന്ത്രിക്കാൻ തുടങ്ങി. അവൻ്റെ കാലുകൾ സ്വയം ചലിച്ചു. ഒരു തരം ഹിപ്നോട്ടിസത്തിലോ മയക്കത്തിലോ അകപ്പെട്ടതുപോലെ മാധവ് താഴേക്ക് നടന്നു. പോകരുത്, പോകരുത് എന്ന് അവൻ്റെ മനസ്സ് വിലക്കുന്നുണ്ടായിരുന്നെങ്കിലും ഏതോ അദൃശ്യമായ ചരടിൽ കെട്ടി വലിക്കുന്നത് പോലെ അവൻ പതുക്കെ ഗോവണികൾ ഇറങ്ങി. തണുത്ത കാറ്റ് തട്ടിയിട്ടും അവൻ്റെ ബോധം തിരിച്ചു വന്നില്ല. മുറ്റത്തെ ഉണങ്ങിയ ഇലകൾക്ക് മുകളിലൂടെ നടക്കുമ്പോൾ അവൻ ഞെരിഞ്ഞമരുന്ന ശബ്ദം പോലും അവൻ കേട്ടില്ല. ഓരോ ചുവട് വെക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ ആരോ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. ആൽമരത്തിനടുത്ത് എത്തിയപ്പോൾ അവളുടെ കണ്ണുകൾ അവനിൽ തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു. അവൾക്ക് ചുറ്റും ഒരു മങ്ങിയ പ്രകാശം പടരുന്നത് പോലെ. നീ വരും, എനിക്കറിയാമായിരുന്നു. ആൽമരത്തിനടുത്ത് എത്തിയപ്പോൾ അവൾ പതുക്കെ തിരിഞ്ഞു നോക്കി. നിലാവിൽ തിളങ്ങുന്ന കണ്ണുകൾ. അത്രയും സുന്ദരമായ ഒരു മുഖം അവൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. എങ്കിലും അവളുടെ കണ്ണുകളിൽ വർഷങ്ങളുടെ പ്രണയവും വിഷാദവും തളം കെട്ടി നിൽക്കുന്നു. നീ ആരാണ്? മാധവ് ചോദിച്ചു. അവൻ്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ പതിയെ ചിരിച്ചു. ആ ചിരിയിൽ ഒരു വല്ലാത്ത വശ്യതയുണ്ടായിരുന്നു, കാറ്റും സംഗീതവും ഇടകലർന്നതുപോലെ. എൻ്റെ പേര് മീര, അവൾ മന്ത്രിച്ചു. ആ ശബ്ദത്തിന് ഒരു സംഗീതമുണ്ടായിരുന്നു, കാറ്റിലൂടെ ഒഴുകി വരുന്നത് പോലെ. നീ എന്താ ഈ സമയം ഇവിടെ? മാധവ് ചോദിച്ചു. പക്ഷേ മാധവിൻ്റെ ചോദ്യത്തിന് അവൾ മറുപടി നൽകിയില്ല. പകരം അവൾ ചോദിച്ചു, മാധവിന് മരണം ഭയമാണോ? അവൾ ചോദിച്ചു. തൻ്റെ പേര് അവൾ പറഞ്ഞത് കേട്ട് മാധവ് ഒന്ന് ഞെട്ടി. അതേസമയം തൻ്റെ പേര് അവൾ എങ്ങനെ അറിഞ്ഞു എന്ന് മാധവ് അത്ഭുതപ്പെട്ടു. എൻ്റെ പേരെങ്ങനെ അറിയാം? അവൻ ചോദിച്ചു. എന്നാൽ അവൾ അതിനൊന്നും പറഞ്ഞില്ല. പറയൂ മാധവ്, മാധവിന് മരണത്തെ പേടിയുണ്ടോ? അവൾ വീണ്ടും ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ പേടി ഇല്ലാതെയില്ല. എങ്കിലും മരണത്തേക്കാൾ കൂടുതൽ പേടി എനിക്ക് പ്രണയത്തെയാണ്, അവൻ സ്വയം അറിയാതെ പറഞ്ഞുപോയി. അതുകേട്ട് മീരയൊന്ന് പതിയെ പുഞ്ചിരിച്ചു. ആ ചിരിയിൽ വർഷങ്ങളുടെ ഏകാന്തതയുണ്ടായിരുന്നു. പ്രണയവും മരണവും ഒന്നു തന്നെയാണ് മാധവ്, രണ്ടും നമ്മളെ ഇല്ലാതാക്കും. അവൾ വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞതും അവൻ അവളെ തന്നെ ഒരു നിമിഷം നോക്കി നിന്നുപോയി. അവളുടെ വാക്കുകൾ മാധവിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സംശയങ്ങൾ വിതറുന്നുണ്ടായിരുന്നു. പക്ഷേ അവളുടെ സാമീപ്യം അവന് വല്ലാത്തൊരു ആശ്വാസം നൽകി. ഭയത്തേക്കാൾ വലിയൊരു സ്നേഹം അവളിൽ നിന്ന് തന്നിലേക്ക് പ്രവഹിക്കുന്നത് അവൻ അറിഞ്ഞു. നീ എന്നെ തിരിച്ചറിയുന്നില്ലേ മാധവ്? നമ്മുടെ ആത്മാവുകൾ തമ്മിലുള്ള ബന്ധത്തിന് ഈ ജന്മത്തേക്കാൾ പഴക്കമില്ലേ? അവളുടെ ശബ്ദം കാതിൽ മന്ത്രിക്കുന്നത് പോലെയല്ല, മറിച്ച് അവൻ്റെ ഉള്ളിൽ തന്നെ മുഴങ്ങുന്നത് പോലെ അവന് തോന്നി. ആ നിമിഷം മുതൽ മാധവ് അവളുടേത് മാത്രമായി മാറുകയായിരുന്നു. പിറ്റേന്ന് പകൽ മാധവ് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. രാത്രി കണ്ട കാര്യങ്ങൾ യാഥാർത്ഥ്യമാണോ അതോ തൻ്റെ ഭാവനയാണോ എന്ന് അവൻ സംശയിച്ചു. എങ്കിലും പിന്നീടുള്ള ദിവസങ്ങൾ മാധവിന് ഒരു സ്വപ്നം പോലെയായിരുന്നു. പകൽ വെളിച്ചത്തിൽ അവൻ കണ്ട കാര്യങ്ങൾ പലതും അവന് ഓർമ്മയുണ്ടായിരുന്നില്ല. അവൻ്റെ ലോകം രാത്രികളിൽ ആൽമരച്ചുവട്ടിൽ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്തു. മീര അവനോട് സംസാരിക്കുമ്പോൾ അവൾ ഒരു പ്രേതമാണെന്നോ
അപകടകാരിയാണെന്നോ ഉള്ള ചിന്ത അവനിൽ നിന്നും പൂർണ്ണമായും മാഞ്ഞുപോയിരുന്നു. ദിവസങ്ങൾ ആഴ്ചകളായി മാറി. മാധവിൻ്റെ നോവലിലെ നായികയായി മീര മാറി. രാത്രികളിൽ അവർ മണിക്കൂറുകളോളം സംസാരിച്ചു. പ്രപഞ്ചത്തെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും തകർന്ന അവളുടെ സ്വപ്നങ്ങളെക്കുറിച്ചും അവൾ പറഞ്ഞു. പക്ഷേ ഒരിക്കൽ പോലും അവൾ അവളുടെ കുടുംബത്തെക്കുറിച്ചോ ഭൂതകാലത്തെക്കുറിച്ചോ കൂടുതൽ പറഞ്ഞില്ല. മാധവ് അവളോട് പ്രണയത്തിലാവുകയായിരുന്നു. ഓരോ രാത്രിയും അവൻ അവൾക്കായി കാത്തിരുന്നു. അവൾ വരാത്ത രാത്രികളിൽ മാധവിൻ്റെ മനസ്സ് അസ്വസ്ഥമായി. അവളുടെ ഓരോ വാക്കും അവനെ മോഹിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവൾ ഒരിക്കലും അവനെ തൊടാൻ അനുവദിച്ചിരുന്നില്ല. നമ്മുടെ ലോകങ്ങൾ തമ്മിൽ വലിയ അകലമുണ്ട് മാധവ്. ഞാൻ തൊട്ടാൽ നിനക്ക് താങ്ങാൻ കഴിയില്ല, അവൾ എപ്പോഴും പറയുമായിരുന്നു. ഒരിക്കൽ ഒരു രാത്രി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അവൻ അവളുടെ കൈകൾ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൻ്റെ കൈകൾ വായുവിലൂടെ കടന്നുപോയതുപോലെ അവന് തോന്നി. വല്ലാത്തൊരു തണുപ്പ് അവൻ്റെ വിരലുകളിൽ പടർന്നു. മീര ഒന്ന് പിന്നോട്ട് മാറി. എന്നെ തൊടരുത് മാധവ്, നിനക്ക് പിടിതരാൻ കഴിയാത്ത ഒരു നിഴലാണ് ഞാൻ. അത് പറയുമ്പോൾ മാത്രം അവളൊന്ന് വിതുമ്പി. നീ ആരായാലും എനിക്ക് പ്രശ്നമില്ല മീര, ഞാൻ നിന്നെ പ്രണയിക്കുന്നു, മാധവ് ഉറപ്പിച്ചു പറഞ്ഞു. ഒരു ദിവസം മാധവ് ബംഗ്ലാവിനുള്ളിലൂടെ നടക്കുന്നതിനിടയിൽ ഒരു മുറിയുടെ മുൻപിലെത്തിയതും അവനൊന്ന് നിന്നു. എന്തോ ആ മുറിയിലേക്ക് കയറണമെന്ന് തന്നെ അവനോടാരോ പറയുന്നത് പോലെ. നോക്കിയപ്പോൾ മുറി പുറത്തുനിന്നും പൂട്ടിയിട്ടിരിക്കുകയാണ്. അവൻ വേഗം ചെന്ന് അത്യാവശ്യം ഉറപ്പുള്ളൊരു കല്ലെടുത്തുകൊണ്ട് വന്ന് ആ പൂട്ട് പൊട്ടിച്ചു. ആ മുറിയിലേക്ക് കാലെടുത്ത് വെച്ചതും ഒരു കാറ്റ് വന്നവനെ പൊതിഞ്ഞു. ശരീരം തണുത്തുവിറച്ചു മരവിച്ചു പോകുന്നത് പോലെ. അവൻ ആ മുറി ആകെ ഒന്ന് നോക്കി. നിറയെ ചിലന്തിവല കെട്ടിയിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു ഇരുമ്പിൻ്റെ പെട്ടിയിൽ അവൻ്റെ കണ്ണുടക്കിയത്. അവൻ ആ പെട്ടി പതിയെ തുറന്നു നോക്കി. പെട്ടി തുറന്ന മാധവ് സ്തംഭിച്ചുപോയി. അതിനുള്ളിൽ കറുപ്പും വെളുപ്പും കലർന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അവനത് കയ്യിലെടുത്തു. 50 വർഷങ്ങൾക്ക് മുൻപ് ഇതേ ബംഗ്ലാവിന് മുന്നിൽ നിൽക്കുന്ന ഒരു യുവാവും യുവതിയും. അതിലെ യുവാവിൻ്റെ മുഖം കണ്ട മാധവിൻ്റെ കൈകൾ വിറച്ചു. അത് അവൻ തന്നെയായിരുന്നു. അതേ ചിരി, അതേ കണ്ണുകൾ. അവൻ്റെ അരികിൽ നിൽക്കുന്നത് രാത്രി തനിക്കരികിൽ വരാറുള്ള ആ പെൺകുട്ടിയാണ്, മീര. ആ ഫോട്ടോയുടെ പിന്നിൽ ഇങ്ങനെ എഴുതിയിരുന്നു: നന്ദനും മീരയും ഈ ജന്മത്തിലില്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ജന്മങ്ങളിൽ തീർച്ചയായും നമ്മൾ ഒന്നാകും. അപ്പോഴാണ് മാധവ് ആ സത്യം തിരിച്ചറിഞ്ഞത്. അവനൊരു പുതിയ കഥ എഴുതാൻ വന്നതല്ല, മറിച്ച് പണ്ട് പൂർത്തിയാക്കാതെ പോയ തൻ്റെ തന്നെ കഥ പൂർത്തിയാക്കാൻ എത്തിയതാണ്. മീര ഇവിടെ അലയുന്നത് ഒരു പ്രേതമായിട്ടല്ല, മറിച്ച് തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ മടങ്ങിവരവിനായി അവൾ അദൃശ്യമായ തടവറയിൽ കാത്തിരിക്കുകയാണ്. പെട്ടെന്ന് മുറിയിലേക്ക് തണുത്ത കാറ്റ് വീശി. വീണ്ടും പാലപ്പൂക്കളുടെ മണം നിറഞ്ഞു. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയ മാധവ് കണ്ടത് മീര അവിടെ നിന്ന് അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിക്കുന്നതാണ്. ഇത്തവണ അവന് ഭയമില്ലായിരുന്നു. കാരണം അവൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു, താൻ അവൾക്ക് നൽകിയ വാക്ക് പാലിക്കാനാണ് ഇവിടെ എത്തിയിരിക്കുന്നതെന്ന്. ഫോട്ടോയിലെ നന്ദനെ തന്നെ നോക്കി മാധവ് ഏറെ നേരം നിന്നു. തൻ്റെ മുൻജന്മത്തിലെ ഓർമ്മകൾ അവനെ വേട്ടയാടാൻ തുടങ്ങി. ഓർമ്മകൾ ഒരു പുഴ പോലെ അവനിലേക്ക് ഒഴുകിയെത്തി. 50 വർഷങ്ങൾക്ക് മുൻപുള്ള നീലാംബരി ബംഗ്ലാവ്. അന്ന് അത് ഒരു വലിയ തറവാടായിരുന്നു. നന്ദൻ ആ ധനിക കുടുംബത്തിലെ അംഗവും മീര അവിടുത്തെ കാര്യസ്ഥൻ്റെ മകളുമായിരുന്നു. സവർണ അവർണ ചിന്താഗതികൾ അന്ന് സമൂഹത്തിൽ ശക്തമായിരുന്നിട്ടും അവർ പ്രണയിച്ചു. നന്ദൻ്റെ അച്ഛൻ്റെ എതിർപ്പുകളെ അവഗണിച്ച് അവർ ഒളിച്ചോടാൻ പദ്ധതിയിട്ടു. ആ ദിവസം പാലപ്പൂക്കൾ പൂത്തുലഞ്ഞു നിന്ന ആ രാത്രിയിൽ മീര നന്ദനെ കാത്ത് ഈ ആൽമരച്ചുവട്ടിൽ നിന്നു. പക്ഷേ നന്ദൻ എത്തിയില്ല. പകരം വന്നത് അവൻ്റെ അച്ഛൻ അയച്ച ഗുണ്ടകളായിരുന്നു. അവർ മീരയെ പിടികൂടി. അവരുടെ പ്രണയം തടയാൻ അവർക്ക് ഒരേ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ, അവളെ ഇല്ലാതാക്കുക. ആ രാത്രി മീര കൊല്ലപ്പെട്ടു. നന്ദനെ ബോധം കെടുത്തി കളഞ്ഞിരുന്നു അവർ. പിറ്റേന്ന് ബോധം വന്നപ്പോഴാണ് നന്ദൻ എല്ലാം അറിഞ്ഞത്. തൻ്റെ പ്രണയിനി താൻ വരുമെന്ന് വിശ്വസിച്ച് മരണം വരിച്ചെന്ന് അറിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയം തകർന്നു പോയി. തനിക്ക് അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് അവൻ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യുന്നതിനു മുൻപ് അവൻ കണ്ണീരോടെ എഴുതി വച്ചതാണ് ആ ഫോട്ടോയ്ക്ക് പുറകിലത്. അതെഴുതുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ ഫോട്ടോയെ നനച്ചിരുന്നു. അവൻ്റെ മരണശേഷം അവൻ്റെ മുറിയിലേക്ക് ആരും വന്നിരുന്നില്ല. അത് അടഞ്ഞു തന്നെ കിടന്നു. ഈ ഓർമ്മകൾ മാധവിൻ്റെ ഉള്ളിലേക്ക് ഒഴുകിയെത്തിയതും അവൻ തളർന്നുപോയി. അവൻ കസേരയിലേക്ക് തളർന്നിരുന്നു.
ഇത്ര കാലവും താൻ അറിയാത്ത ഒരു പഴയകാല പ്രണയബന്ധത്തിൻ്റെ ഭാഗമായിരുന്നു താൻ. താൻ വെറും ഒരു എഴുത്തുകാരൻ മാത്രമല്ല, മീരയുടെ കാത്തിരിപ്പിൻ്റെ അവസാന ഭാഗം പൂർത്തിയാക്കാനുള്ള നിയോഗവും തനിക്കുണ്ട്. അവൻ വീണ്ടും ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അവിടെ ആ ആൽമരച്ചുവട്ടിൽ ഇപ്പോഴും മീര നിൽക്കുന്നുണ്ട്. അവൻ അവളെ നോക്കിയൊന്ന് മനോഹരമായി പുഞ്ചിരിച്ചു. അവൻ വീണ്ടും ആ മുറിയിൽ പഴയ പുസ്തകങ്ങൾക്കിടയിൽ തിരഞ്ഞു. നന്ദൻ്റെ ഒരു പഴയ ഡയറി അവന് കണ്ടെത്താൻ കഴിഞ്ഞു. അതിൽ അവൻ മീരയെക്കുറിച്ച് എഴുതിയ വരികളും അവരുടെ പ്രണയസാഫല്യത്തിനായി അവൻ കണ്ട സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. ഡയറിയുടെ അവസാന ഭാഗത്ത് ഇങ്ങനെ എഴുതിയിരുന്നു: മീരയുടെ ആത്മാവിന് മോക്ഷം ലഭിക്കണമെങ്കിൽ ഞാൻ അവൾക്ക് നൽകിയ വാക്ക് പാലിക്കണം. ഞങ്ങൾ വീണ്ടും ഒന്നിക്കണം. ഞങ്ങളുടെ പ്രണയം പൂർത്തിയാകുന്ന ഒരു ദിവസം വരും. അന്ന് നീലാംബരിയിലെ നിശബ്ദത മാറും, ഭീതി മാറും. എൻ്റെ കയ്യിലുള്ള മോതിരം ഒരു സൂചനയാണ്. അടുത്ത ജന്മത്തിൽ ഞാൻ വരുമ്പോൾ അവൾക്കത് തിരിച്ചറിയാൻ കഴിയും. മാധവ് ഞെട്ടലോടെ തൻ്റെ വിരലിലേക്ക് നോക്കി. ഇവിടെ വന്ന അന്ന് ആൽമരച്ചുവട്ടിൽ നിന്നും കിട്ടിയ മോതിരം ഏതോ ഒരു ശക്തിയുടെ നിർബന്ധം എന്ന വണ്ണം അവൻ അവൻ്റെ വിരലിൽ അണിഞ്ഞിരുന്നു. അത് നന്ദൻ്റെ മോതിരമായിരുന്നു. ഈ മോതിരമാണ് അവനെ മീരയിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ എല്ലാം വ്യക്തമായി. ഈ മോതിരം വെറും ഒരു വസ്തുവായിരുന്നില്ല. നന്ദനും മീരയും തമ്മിലുള്ള പ്രണയബന്ധത്തിൻ്റെ അദൃശ്യമായ ഒരു കണ്ണിയായിരുന്നു അത്. മാധവിന് മീരയുടെ സാമീപ്യം ഭയമില്ലാതാക്കിയത് ഒരു പക്ഷേ ഈ മോതിരത്തിൻ്റെ സ്വാധീനം കൊണ്ടായിരുന്നിരിക്കണം. അന്ന് രാത്രി പൗർണമിയായിരുന്നു. അവിടം ഒന്നാകെ വെളുത്ത മൂടൽമഞ്ഞിൽ മുങ്ങിക്കിടന്നു. മാധവ് പതിവ് പോലെ ആൽമരച്ചുവട്ടിലെത്തി. മീര ഇന്ന് കൂടുതൽ സുന്ദരിയായിരിക്കുന്നു. പക്ഷേ അവളുടെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടായിരുന്നു. എങ്കിലും അവളുടെ കണ്ണുകളിൽ പതിവില്ലാത്ത ഒരു തിളക്കം. ഞാൻ നന്ദേട്ടനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, അവൾ പതുക്കെ മന്ത്രിച്ചു. ഇത്തവണ അവനെ അവൾ നന്ദേട്ട എന്നായിരുന്നു വിളിച്ചത്. നമ്മുടെ പ്രണയം പൂർത്തിയാക്കാതിരിക്കാൻ മരണത്തിന് കഴിഞ്ഞില്ല മീര, പറഞ്ഞുകൊണ്ട് മാധവ് മീരയുടെ അടുത്തേക്ക് നടന്നു. പിന്നെ വിരലിൽ ഇട്ടിരുന്ന ആ മോതിരം അവൾക്ക് നേരെ നീട്ടി. ഇത് നിനക്കുള്ളതാണ് മീര, നമ്മൾ വീണ്ടും ഒന്നിക്കുന്നതിൻ്റെ അടയാളം. അവൻ പറഞ്ഞതും മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. മാധവ്, നിനക്കിപ്പോൾ എല്ലാം മനസ്സിലായില്ലേ? നമ്മൾ പകുതിയിൽ വെച്ച് നിർത്തിയ ആ യാത്ര പൂർത്തിയാക്കാൻ സമയമായി. പക്ഷേ ഇങ്ങനെയല്ല, ഞാൻ വരും, നിന്റെ ലോകത്ത് ജീവിക്കാൻ പറ്റുന്നവളായി. അവൾ പറഞ്ഞുകൊണ്ട് പതിയെ ആ മോതിരത്തിൽ ഒന്ന് തൊട്ടു. മീര ആ മോതിരത്തിൽ തൊട്ട നിമിഷം മാധവിൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. അതോടൊപ്പം അവളുടെ രൂപം കൂടുതൽ വ്യക്തമായി. ഒരു തരം നീലപ്രകാശം അവളിൽ നിന്ന് ചുറ്റും പടർന്നു. അവൾ ഒരു പ്രേതം മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു കാത്തിരിപ്പിൻ്റെ പ്രതീകം കൂടിയായിരുന്നു. ഒരു തരം പ്രകാശമായി മാറിയ മീരയുടെ രൂപം ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി. പതിയെ ആകാശത്തിൽ അലിഞ്ഞു ചേർന്നു. ആൽമരത്തിലെ പാലപ്പൂക്കൾ ഒന്നാകെ നിലത്തു വീണു. കുന്നിൻ മുകളിലെ ആ ഭീതി നിറഞ്ഞ അന്തരീക്ഷം പെട്ടെന്ന് മാറി പ്രഭാതത്തിലെന്ന പോലെ ശുഭ്രമായ ഒരു വെളിച്ചം അവിടെ പടർന്നു. അവൾക്ക് മോക്ഷം ലഭിച്ചിരിക്കുന്നു. അവളുടെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു. ആൽമരത്തിന് ചുറ്റും വീശിയ കാറ്റിന് ഇപ്പോൾ മരണത്തിൻ്റെ തണുപ്പായിരുന്നില്ല, മറിച്ച് പുതിയൊരു തുടക്കത്തിൻ്റെ സുഗന്ധമായിരുന്നു. മാധവ് ആൽമരച്ചുവട്ടിൽ തനിച്ചിരുന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പക്ഷേ അതൊരു ദുഃഖത്തിൻ്റെ കണ്ണുനീരായിരുന്നില്ല. അത് പൂർണ്ണമായ ഒരു പ്രണയത്തിൻ്റെയും പുനർജന്മത്തിൻ്റെയും സന്തോഷമായിരുന്നു. ബോധം തെളിഞ്ഞപ്പോൾ താൻ ആൽമരച്ചുവട്ടിൽ കിടക്കുകയാണെന്ന് മാധവ് മനസ്സിലാക്കി. സൂര്യപ്രകാശം മരങ്ങൾക്കിടയിലൂടെ താഴേക്ക് വീഴുന്നുണ്ട്. രാത്രി കണ്ടതൊക്കെ ഒരു സ്വപ്നമാണോ എന്ന രീതിയിൽ അവനൊന്ന് സംശയിച്ചു പോയി. മാധവ് തൻ്റെ നോവൽ അപ്പോഴേക്കും എഴുതി തീർത്തിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ഉച്ചതിരിഞ്ഞ് മാധവ് തിരികെ പോകാനായി തൻ്റെ സാധനങ്ങൾ പാക്ക് ചെയ്യുകയായിരുന്നു. ഇവിടം വിട്ടു പോകാനുള്ള സമയമായി. പക്ഷേ ഇവിടെ നിന്ന് പോകുമ്പോഴും അവൻ്റെ ഉള്ളിൽ ഇനിയും ആരോ ബാക്കിയുള്ളതുപോലെ അവന് തോന്നി. പെട്ടെന്നാണ് ഗേറ്റിന് മുൻപിൽ ഒരു ടാക്സി വന്നു നിന്നത്. അതിൽ നിന്ന് ഒരു പെൺകുട്ടി ഇറങ്ങി. 22 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി. ജീൻസും കുർത്തയുമാണ് വേഷം. കയ്യിലൊരു ക്യാമറയുണ്ട്. അവൾ ബംഗ്ലാവിനെ നോക്കി വിസ്മയത്തോടെ നിൽക്കുകയായിരുന്നു. അവളെ കണ്ടതും മാധവിൻ്റെ കയ്യിലിരുന്ന പുസ്തകം താഴെ വീണു. അതേ കണ്ണുകൾ, അതേ പുഞ്ചിരി, മീര. മാധവ് മരവിച്ചു നിന്നുപോയി. അപ്പോഴേക്കും അവൾ അവനരികിലേക്ക് നടന്നു വന്നിരുന്നു. എക്സ്ക്യൂസ് മീ, ഇത് നീലാംബരി ബംഗ്ലാവല്ലേ? ഞാൻ ഗൗരി. അവൾ കൈനീട്ടി. അവളുടെ ശബ്ദത്തിന് മരണത്തിൻ്റെ തണുപ്പില്ലായിരുന്നു, അതിന് വസന്തത്തിൻ്റെ ചൂടുണ്ടായിരുന്നു.
മാധവ് അവളുടെ കയ്യിൽ കൈ ചേർത്തു. ആ സ്പർശനം അവനിൽ ഒരു വൈദ്യുതാഘാതം പോലെ പടർന്നു. തൻ്റെ വിരലുകൾക്കിടയിലൂടെ കഴിഞ്ഞ രാത്രി ഒഴുകിപ്പോയ അതേ ജീവൻ ഇപ്പോൾ മാംസവും രക്തവുമായി തിരിച്ചു വന്നിരിക്കുന്നു. നിങ്ങളാരാ? എന്താ ഇവിടെ? അവൻ തൻ്റെ വിറയൽ മറച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ വളർന്നത് വിദേശത്താണ്. പക്ഷേ ചെറുപ്പം മുതലേ എൻ്റെ സ്വപ്നങ്ങളിൽ ഈ വീടുണ്ട്, ഈ ആൽമരമുണ്ട്, ഈ പാലപ്പൂക്കളുടെ ഗന്ധമുണ്ട്. കഴിഞ്ഞ മാസം FBയിൽ ഒരു പോസ്റ്റ് കണ്ടു. അത് ഈ വീടിൻ്റെ ഫോട്ടോ ആയിരുന്നു. അതുകൊണ്ടാണ് PhD റിസർച്ചിനായി കേരളത്തിലെ പഴയ വാസ്തുവിദ്യ തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇവിടം തന്നെ വേണമെന്ന് വാശി പിടിച്ചത്. പറഞ്ഞുകൊണ്ട് അവൾ ആൽമരത്തിനടുത്തേക്ക് നടന്നു. മാധവ് അവൾക്ക് പിന്നാലെ ചെന്നു. നിങ്ങൾ വിശ്വസിക്കുമോ എന്നറിയില്ല, അവൾ അവനെ നോക്കി പറഞ്ഞു. എൻ്റെ കയ്യിൽ ഈ പഴയ വീടിൻ്റെ ഒരു സ്കെച്ചുണ്ട്. ഞാൻ പണ്ട് എപ്പോഴോ വരച്ചതാണ്. അതിലെ അതിശയം എന്താണെന്ന് വെച്ചാൽ ഈ വീടോ ഈ വീടിൻ്റെ ഒരു ഫോട്ടോയോ ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ട് പോലുമില്ല. അവൾ തൻ്റെ ബാഗിൽ നിന്ന് ഒരു ഡയറി പുറത്തെടുത്തു. അതിൽ 50 വർഷം മുൻപുള്ള നീലാംബരിയുടെ കൃത്യമായ ചിത്രമുണ്ടായിരുന്നു. എങ്കിലും ആ ചിത്രം കണ്ട് മാധവിന് വലിയ ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അതെന്താണെന്നും അതെന്തുകൊണ്ടാണെന്നും അവന് കൃത്യമായി ഇപ്പോൾ അറിയാം. മാധവനും ഗൗരിയും സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് പരസ്പരം വർഷങ്ങളായുള്ള പരിചയം തോന്നി. ഒരാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മറ്റേയാൾക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു. മാധവ് എഴുതിക്കൊണ്ടിരുന്ന നോവലിലെ കഥാപാത്രങ്ങളെക്കുറിച്ചും വരികളെക്കുറിച്ചും ഗൗരിക്ക് അവൾ പോലും അറിയാതെ അറിവുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം അവർ രണ്ടുപേരും ആ ആൽമര ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു. മാധവ്, എനിക്ക് ഈ സ്ഥലം വളരെ പരിചിതമായി തോന്നുന്നു. പലപ്പോഴും സ്വപ്നത്തിൽ ഞാൻ ഇവിടെ ഒരാളെ കാത്തു നിൽക്കാറുണ്ട്, ഗൗരി പതിയെ പറഞ്ഞു. മാധവ് അതിനൊന്ന് വെറുതെ ചിരിച്ചതേയുള്ളൂ. അവൻ അവൾക്ക് താനിപ്പോൾ എഴുതി വച്ചിരിക്കുന്ന നോവൽ കാണിച്ചു കൊടുത്തു. ഗൗരി അത് ഓരോന്നായി വായിച്ചു. വായന തുടരും തോറും അവളുടെ മുഖം വിളറി, കണ്ണുകൾ നിറഞ്ഞു വന്നു. അവസാന പേജ് വായിച്ചു നിർത്തിയപ്പോൾ അവൾ മാധവിനെ ഒന്ന് നോക്കി. മാധവ്, അപ്പോൾ ഈ കഥയിലെ നന്ദൻ, അയാൾ മരിക്കുമ്പോൾ അവൾക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നില്ലേ, അടുത്ത ജന്മത്തിൽ വരുമ്പോൾ തിരിച്ചറിയാൻ ഒരു അടയാളം തരുമെന്ന്? അവൾ ചോദിച്ചു. മാധവ് അതിന് മനോഹരമായൊന്ന് ചിരിച്ചു. എന്നിട്ട് അവൻ്റെ മോതിരം അണിഞ്ഞിരിക്കുന്ന വിരൽ അവൾക്ക് നേരെ നീട്ടി. അതുകണ്ട് അവളുടെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി. എന്താ ഇത്? അവൾ ചോദിച്ചു. ഇത് നിനക്കുള്ളതാണ് ഗൗരി, ഇത് നീ കയ്യിലിട്. പറഞ്ഞുകൊണ്ട് അവൻ ആ മോതിരം വിരലിൽ നിന്നും ഊരിയെടുത്തു. എന്നിട്ടത് അവൾക്ക് നേരെ നീട്ടി. അപ്പോഴും അവളൊരു സംശയത്തോടെ അവനെ നോക്കി നിൽക്കുകയാണ്. അവൻ വീണ്ടും കണ്ണുകൊണ്ട് മോതിരം വിരലിലിടാൻ കാണിച്ചപ്പോൾ അവളത് പതിയെ കയ്യിൽ വാങ്ങി. ശേഷം തൻ്റെ വിരലിലിടുമ്പോൾ ഗൗരിയുടെ കൈകൾ വിറച്ചു. അത് അവളുടെ വിരലിന് പാകമായിരുന്നു. ആ മോതിരം വിരലിലണിഞ്ഞതും അവളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. കഴിഞ്ഞുപോയ കാലം ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ അവളിലേക്ക് പാഞ്ഞെത്തി. എനിക്കിപ്പോൾ എല്ലാം ഓർമ്മ വരുന്നു നന്ദേട്ടാ, അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. അവൾ തന്നെ നന്ദേട്ട എന്ന് വിളിച്ചത് കേട്ട് മാധവിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ആത്മാവുകൾ ഒരിക്കലും മരിക്കില്ലെന്നും അവ രൂപം മാറി വീണ്ടും പ്രണയിക്കാനും ഒരുമിച്ച് ജീവിക്കാനും തിരിച്ചു വരുമെന്നും അവർ തിരിച്ചറിഞ്ഞു. അന്ന് രാത്രി നീലാംബരിയിൽ പാലപ്പൂക്കൾ കൂട്ടത്തോടെ പൂത്തു. പക്ഷേ ഇത്തവണ ആ മണത്തിന് മരണത്തിൻ്റെ ഗന്ധമായിരുന്നില്ല. അത് 2 ആത്മാവുകൾ 50 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഒന്നായതിൻ്റെ സുഗന്ധമായിരുന്നു. മാധവ് നല്ല സമ്പത്തുള്ള വീട്ടിലേതാണ്. ആരും വരാനില്ലാതെ കാട് പിടിച്ചു കിടന്ന ഈ ബംഗ്ലാവ് അവൻ വില കൊടുത്തു വാങ്ങി. നാട്ടുകാർക്കെല്ലാം അതൊരു അത്ഭുതമായിരുന്നു. മാധവും ഗൗരിയും തമ്മിലുള്ള ഈ മുൻജന്മ കഥയറിഞ്ഞപ്പോൾ അവരുടെ വീട്ടുകാർക്ക് ഞെട്ടലാണുണ്ടായത്. എങ്കിലും അവൾ വരച്ച ചിത്രങ്ങളും നന്ദൻ്റെയും മീരയുടെയും ഫോട്ടോയും കണ്ടപ്പോൾ അവർക്ക് വിശ്വസിക്കുകയല്ലാതെ വേറെ നിവൃത്തിയുണ്ടായിരുന്നില്ല. നാട്ടുകാർക്കും അതിശയമായിരുന്നു. മാധവ് ഒറ്റയ്ക്ക് ആ ബംഗ്ലാവിൽ താമസിച്ചിട്ടും അവനൊന്നും സംഭവിക്കാതിരുന്നതിൻ്റെ കാരണം നാട്ടുകാർക്കെല്ലാം ഇപ്പോഴാണ് മനസ്സിലായത്. കല്യാണത്തിന് തടസ്സം പറയാൻ 2 വീട്ടുകാർക്കും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാത്തതിനാൽ അവരുടെ കല്യാണത്തിന് വീട്ടുകാർ സമ്മതിച്ചു. പിന്നീട് പെട്ടെന്ന് തന്നെ ഗൗരിയുടെയും മാധവിൻ്റെയും കല്യാണം നടന്നു. നാട്ടുകാർ ഇതെല്ലാം ഒരു തരം അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. ഒരു കാലത്ത് ഭയത്തിൻ്റെ കേന്ദ്രമായിരുന്ന നീലാംബരി ഇപ്പോൾ സന്തോഷത്തിൻ്റെ പ്രതീകമാണ്. ആൽമരച്ചുവട്ടിൽ ഇപ്പോൾ വെള്ള വസ്ത്രം ധരിച്ച ആ പെൺകുട്ടിയില്ല.
പകരം സന്ധ്യാനേരത്ത് ഒന്നിച്ചിരുന്ന് വർത്തമാനം പറയുന്ന, പരസ്പരം പ്രണയിക്കുന്ന രണ്ട് മനുഷ്യരുണ്ട്. മരണത്തിനും അപ്പുറം പ്രണയത്തിന് അതിജീവിക്കാൻ കഴിയുമെന്ന് അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു. മാധവ് തൻ്റെ നോവലിൻ്റെ അവസാന വരി എഴുതി ചേർത്തത് ഇങ്ങനെയാണ്: ചില പ്രണയങ്ങൾ മരണത്തോടെ അവസാനിക്കുന്നില്ല. അവ വസന്തത്തെപ്പോലെ വീണ്ടും വീണ്ടും പൂക്കാൻ വേണ്ടി മാത്രം ഒരു മഞ്ഞുകാലത്തേക്ക് മറയുന്നതാണ്. പ്രണയിക്കുന്നവർ തീർച്ചയായും എവിടെയെങ്കിലും വെച്ച് വീണ്ടും കണ്ടുമുട്ടും. മറ്റൊരു പേരിൽ, മറ്റൊരു രൂപത്തിൽ, മറ്റൊരു ജന്മത്തിലെങ്കിലും. മാധവനും ഗൗരിയും ആ കുന്നിൻ മുകളിൽ പുതിയൊരു ജീവിതം തുടങ്ങി. പഴയ നീലാംബരി ബംഗ്ലാവ് ഇപ്പോൾ ചിരിയും വെളിച്ചവും നിറഞ്ഞ ഒരിടമായി മാറി. ആൽമരച്ചുവട്ടിൽ മീരയുടെ ആത്മാവ് ഇപ്പോൾ അലയുന്നില്ല. കാരണം അവൾ ഗൗരിയിലൂടെ താൻ ആഗ്രഹിച്ച പ്രണയവും ജീവിതവും കണ്ടെത്തിക്കഴിഞ്ഞു. ചില കഥകൾക്ക് അവസാനമില്ല. അവ ബിന്ദുക്കളിൽ നിന്ന് വൃത്തങ്ങളായി മാറുന്നു. മരണമെന്നത് ഒരു വാതിൽ മാത്രമാണ്. മറ്റൊരു ജന്മത്തിൽ, മറ്റൊരു രൂപത്തിൽ നമ്മൾ വീണ്ടും സ്നേഹിക്കാൻ വേണ്ടി മാത്രം അടയ്ക്കപ്പെടുന്ന ഒരു വാതിൽ.